കേരളത്തിൽ നിന്ന് വരുന്ന ചക്കയാണ്. ആ സമയത്ത് ചക്ക ഗീന്തി, ഫ്രഷ് ചക്ക ഗീന്തി പാക്ക് ചെയ്ത് ഫ്രോസൺ ആക്കി വരുന്നതാണ്. നാട്ടിലെ പ്ലാവിൽ നിന്ന് പറിച്ച് അതുപോലെ വരുന്ന ഒരു ഫ്രഷ് ചക്ക വേവിച്ച് അതിന്റെ കൂടെ മീൻകറിയും കൂടെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. 2 പാക്കറ്റ് ചക്കയ്ക്ക് ചെറിയ 2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അടുപ്പയിൽ വെച്ച് ആ വെള്ളം പറ്റുന്നതാണ് ഇതിന്റെ വേവ് എന്ന് പറയുന്നത്. ഇത് വെന്ത് വരുമ്പോൾ സാധാരണ നമ്മൾ കപ്പയും ചക്കയ്ക്കും ഒക്കെ നമ്മൾ ചേർക്കുന്നത് പോലെ അരപ്പ് തേങ്ങയും പച്ചമുളകും ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മളിട്ട് കുറച്ച് കരിയാപ്പില നന്നായിട്ട് ഇടും. കരിയാപ്പിലൊക്കെ ഇട്ട് നമ്മൾ ഇതിന്റെ മുകളിലിട്ട് നമ്മൾ വേവിക്കുന്ന ആ രീതിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ നാടൻ ചക്ക വേവിച്ചെടുക്കുന്ന പോലെ നമുക്ക് എടുത്ത് കിട്ടും. ടേസ്റ്റിൽ കഴിക്കാനും പറ്റും. ചക്ക ഇപ്പം വേകാനുള്ള ഒരു കുറച്ച് മിനിറ്റ് എടുക്കുക. നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വെന്ത് പാകം വരുമ്പോൾ നമ്മൾ എടുത്തിട്ട് അരപ്പ് ചേർത്ത് പിന്നെ ഒന്നും കൂടെ ചെറുതായിട്ട് ആവി കയറ്റി അരപ്പൊന്ന് വെന്തെടുക്കാൻ മാത്രം, അരപ്പിന്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി മാത്രം. ചക്ക വേവിച്ചതിന്റെ കൂടെ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നതിന്റെ സൈഡായിട്ടുള്ളത് എന്താണെന്ന് വാളമീൻ കറി വെക്കുവാണ്. അതിങ്ങനെ ഇറുകി പറ്റിച്ചെടുക്കാന്ന് പറയും നാട്ടിൽ. പറഞ്ഞാൽ പാകത്തിന് അതിന് തിക്നെസ്സും അതിന്റെ വെള്ളമൊക്കെ അതിന്റെ മീതെ ഒപ്പത്തിന് വന്ന് എന്നിട്ട് ആ ചാറിങ്ങനെ കോരിയെടുത്ത് ചക്ക വേച്ചും കപ്പ വേച്ചും ഒക്കെ തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഇറുക പറ്റിക്കാന്ന് പറയും. അങ്ങനെ ഇറുക പറ്റിച്ചെടുക്കാൻ പോവാണ് ഇന്നത്തെ മീൻകറി. ചക്ക വേച്ചെടുക്കുന്ന പോലെ അത്ര ഈസി അല്ലേ ടേസ്റ്റുള്ള ഇറുക പറ്റിച്ച മീൻകറി ഉണ്ടാക്കിയെടുക്കുന്ന. അതിന് ഞാൻ മൈക്ക് എന്റെ ഹസ്ബൻഡിന് കൈമാറുകയാണ്. അപ്പൊ മീൻകറിയെ പറ്റി എന്റെ ഹസ്ബൻഡ് പറയും. ഇന്ന് ഞാനൊരു നാടൻ വാളക്കറിയാണ് വെക്കുന്നത്. ഉള്ളി ഇതിന്റെ മുകളിലിടുന്നു, 2-3 പച്ചമുളകും കൂടെ കൂടി, ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. എൻ്റെ ഫാദർ വെക്കുന്ന കറിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് വല്ലപ്പോഴും ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ വെക്കുന്ന പോലെ ഞാൻ വെക്കും. കരിയാപ്പല ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു. ഫിഷ് മസാല ഒരു 2-3 സ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. പുളി ചേർക്കുന്നുണ്ട്, കുടംപുളി ചേർക്കും. വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് നല്ലപോലെ ഇളക്കി തിരുമ്മി മുങ്ങിക്കിടക്കാത്ത രീതി മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. നമുക്ക് ഈ മീൻ അടുപ്പിലോട്ട് വെക്കാം. ഈ ഫ്ലെയിമിൽ വെക്കാതെ തീർത്തിൽ ഓയലാത്ത രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കറി വേവിച്ചെടുക്കാം. ഈ കറി വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വാളക്കറിയാണ്. ഇപ്പൊ ചക്കയുടെ വെള്ളം പറ്റി പാകത്തിന് അത് ഇടുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ അരപ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പുകൾ നമ്മൾ ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ നിരപ്പെ തൂക്കി അത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ അപ്പൊ താഴെ നിന്ന് വരുന്ന ആവിയിൽ അത് വെന്ത് കിട്ടും. എക്സ്ട്രാ ഇച്ചിരി കറിവേപ്പിലിന്റെ മുകളിൽ ഇങ്ങനെ വിതറുന്നത് വളരെ ടേസ്റ്റിയാണ്, വളരെ മനോഹരമാണ്. അത് അപ്പൊ നമ്മൾ ചക്കയുടെ ഈ ഫ്രോസൺ ചക്ക നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടല്ലോ അത് എങ്ങനെ ആയി വേകാറായോ എടുക്കണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ചട്ടിയുടെ മൂട്ടിൽ വെള്ളം ഉണ്ടെന്ന് അറിയാം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അത് കുത്തി നോക്കി കഴിയുമ്പോൾ അറിയാം വെള്ളമില്ല, നമ്മൾ ഒഴിച്ച് വെള്ളം നന്നായിട്ട് പറ്റി. അപ്പൊ ഇത് വെന്തു, അരപ്പിന്റെ മുകളിൽ ആവി വരുന്നുണ്ട്. അപ്പൊ നമ്മളിതെടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നു. അപ്പൊ ഈ ചക്ക വേവിച്ചതിന് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു ടിപ്സ് ഉണ്ട്. നമ്മുടെ അമ്മച്ചിമാരുടെ ടിപ്സ് ആണ്. അത് കോക്കനട്ട് ഓയിൽ, പ്യൂർ കോക്കനട്ട് ഓയിൽ, അതൊരു സ്പൂൺ ഇങ്ങനെ ഇതിന്റെ മുകളിൽ 1-2 നമുക്ക് ഒഴിക്കാം. 2 സ്പൂൺ എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി എടുത്താൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, ഇത് പാകത്തിന് ഇളക്കി എല്ലാം കൂടെ നമ്മൾ അരപ്പും ചക്കയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കഴിക്കാൻ പാകത്തിന് ഇളക്കിയാക്കി എടുത്ത് വെച്ചു. ഉലുവായിട്ട് ചേർക്കാം. നല്ല മുളക് 2-3 അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. വട്ടത്തിൽ ഇളക്കി കൊടുക്കാൻ മതി. അപ്പം ഇതാണ് നമ്മുടെ വാളക്കറി. ചക്കപ്പുഴുക്കും വാളക്കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം.